ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു എഡിറ്റിംഗ് ട്യൂട്ടോറിയലായിട്ടാണ് സ്നാപ്സീഡ് എഡിറ്റിംഗ് ട്യൂട്ടോറിയലായിട്ടാണ് വന്നിരിക്കുന്നത്. തംബ്നെയിലിൽ കണ്ട പോലെ എങ്ങനെ നമുക്കൊരു ഇമേജ് സ്നാപ്സീഡിൽ എഡിറ്റ് ചെയ്യാമെന്ന് നോക്കാം. എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ടാം. ആദ്യം നമ്മൾ എഡിറ്റ് ചെയ്യേണ്ട ഫോട്ടോ നമുക്ക് സ്നാപ്സീഡിൽ ഓപ്പൺ ആക്കുക. സ്നാപ്സീഡിൽ ഓപ്പൺ ആക്കിയ ശേഷം നമുക്ക് വേണ്ട ഭാഗം മാത്രം ക്രോപ്പ് ചെയ്തെടുക്കുക. ശേഷം ടൂൺ ഇമേജ് കയറി ബ്രൈറ്റ്നെസ്, സാച്ചുറേഷൻ, കോൺട്രാസ്റ്റ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുക. ഇതിൻ്റെ വാല്യൂസ് ഞാൻ ഇവിടെ സൈഡിൽ കൊടുത്തിരിക്കുക. ായിട്ട് ടൂൾസ് കയറിയ ശേഷം ഡ്രാമ കയറിയ ശേഷം ഡ്രാമ 2 സെലക്ട് ചെയ്ത ശേഷം ഫിൽട്ടർ സ്ട്രെങ്ത് ഫുള്ളും കുറയ്ക്കുക. ഇനി അടുത്തതായിട്ട് സാച്ചുറേഷൻ ഒന്ന് കൂട്ടിക്കൊടുക്കാം. സാച്ചുറേഷൻ ഞാൻ ഫുള്ളാക്കിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗ്രീനി ഫിലിമിൽ കയറിയ ശേഷം നമുക്ക് ഇഷ്ടമുള്ളൊരു ഗ്രീൻ സെലക്ട് ആക്കുക. ഇവിടെ ഈ ഒരു ഗ്രീൻ ലാസ്റ്റ് വൺ സെലക്ട് ആക്കിയിട്ടുണ്ട്, X05. ദെൻ സ്റ്റൈൽ ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കുക, സ്റ്റൈൽ സ്ട്രെങ്ത്. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ടൂൾസ് കയറിയ ശേഷം റെട്രോലക്സ് സെലക്ട് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ ടൂൾസ് കയറിയ ശേഷം ഫുള്ള് സ്റ്റൈൽ സ്ട്രെങ്ത് അങ്ങ് കുറച്ച് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്കിവിടെ 2 ആരോസ് കാണാവുന്നതാണ്. ഈ ഫിൽറ്ററിൽ കൊടുത്തിരിക്കുന്ന ആരോ ഉപയോഗിച്ച് നമുക്ക് ഈ ഇതിലെ ലൈറ്റ് ലീക്സ് മൂവ് ചെയ്യാൻ പറ്റും. ലൈറ്റ് ലീക്സ് ഞാനിപ്പോൾ ഈ ഒരു ലൈറ്റ് ലീക്സ് ഇവിടെ സെലക്ട് ആക്കിയിട്ടുണ്ട്. ഇനി താഴെ കൊടുത്തിരിക്കുന്ന ഈ ആരോ ഉപയോഗിച്ച് നമുക്ക് ഈ ഗ്രെയിൻ റൊട്ടേറ്റ് ചെയ്യാനും പറ്റും. നമുക്കിപ്പോൾ ഈ ഗ്രെയിൻ ഇത് മതി, ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഇനി അടുത്തതായിട്ട് നമ്മളിവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കോൺട്രാസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. കോൺട്രാസ്റ്റും സാച്ചുറേഷൻ നിങ്ങൾ ഇമേജിന് കിട്ടാവുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ലൈറ്റ് ലീക്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ ബ്രൈറ്റ്നെസ് നിങ്ങൾ ഇമേജസ് കിട്ടാവുന്ന രീതിയിൽ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ദെൻ ഓക്കെ, ഇതിൻ്റെതായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എഡിറ്റ് സ്റ്റാക്കിൽ കയറി മുകളിലത്തെ ആരോ കയറിയ ശേഷം വ്യൂ എഡിറ്റ്സ് കയറിയ ശേഷം അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു റെട്രോലക്സ് സെലക്ട് ചെയ്യുക. ദെൻ ഈ സെൻറ്ററിൽ കാണുന്ന ബ്രഷ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് വേണ്ടത്ര ഭാഗം നമുക്ക് ആ ഒരു ഫിൽറ്റർ ഒന്ന് അപ്ലൈ ചെയ്യാം. ദെൻ ഓക്കെ, നമ്മൾ ഇമേജ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത്ര. ദെൻ സേവ്, എക്സ്പോർട്ട്, സേവ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.